ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അംബിക ചണ്ടനെയും മുണ്ടനെയും വധിച്ച ആ കഥയാണ്. ആരാണ് ചണ്ടനും മുണ്ടനും? ശുംഭൻ്റെയും നിശുംഭൻ്റെയും സേവകരാണ് ചണ്ടനും മുണ്ടനും. ആ ചണ്ടനെയും മുണ്ടനെയും ഭഗവതി വധിച്ച മനോഹരമായ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അങ്ങനെ ചണ്ടൻ്റെയും മുണ്ടൻ്റെയും വധം അറിഞ്ഞ ശുംഭനും നിശുംഭനും ഭാവി കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി സേനാനായകരെയും മന്ത്രിമാരെയുമൊക്കെ വിളിച്ചുകൂട്ടി. അങ്ങനെ അവരെല്ലാവരും കൂടി ചർച്ച ചെയ്യുകയാണ്. ശുംഭാസുരൻ മന്ത്രിമാരുടെ സഭയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. ഇനി എന്താണ് വേണ്ടത്? ആ സ്ത്രീയെ എങ്ങനെ നമുക്ക് കീഴടക്കാൻ സാധിക്കും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ ശുംഭൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ ത്രിലോകങ്ങളെയും ജയിച്ചിട്ടുള്ള അസുരന്മാരുടെ സൈന്യം ഒരു സ്ത്രീയോട് പരാജയപ്പെട്ടു എന്നത് വളരെ മോശമായ കാര്യമാണ്. അത് നമുക്ക് നാണക്കേടാണ്. അത് അസുരകുലത്തിനു തന്നെ നാണക്കേടാണ് എന്നൊക്കെ അവിടെ എല്ലാവരും പറയുകയും, അതുപോലെ തങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു തോൽവി സംഭവിച്ചത് എന്നുള്ള കാര്യം ആലോചിച്ച് അവരെല്ലാം അത്ഭുതപ്പെടുകയും ചെയ്തു. എല്ലാവരും വാശിയോടുകൂടി അസുരന്മാരുടെ സൈന്യങ്ങളെ എല്ലാം ചേർത്തിട്ട് ഉടൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടണം എന്നൊരഭിപ്രായവും അവിടെ വന്നു. കോപത്തോടുകൂടി ശുംഭൻ തൻ്റെ എല്ലാ സേനാധിപന്മാരെയും വരുത്തുകയാണ്. അതിനുശേഷം തൻ്റെ വിശാലമായ സൈന്യത്തോടു കൂടി ഈ സേനാനായകന്മാരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ശുംഭൻ ഹിമാലയ പർവ്വതത്തിലേക്ക് പോവുകയാണ്. വിശാലവും അതിഭയങ്കരവുമായ സൈന്യസമൂഹം വരുന്നത് ഭഗവതി ദൂരത്ത് വെച്ചു തന്നെ കണ്ടു. ദേവി യുദ്ധസന്നദ്ധയായി. അതിനുശേഷം അംബിക തൻ്റെ വില്ലിൻ്റെ ഞാൺ വലിച്ച് വലിയ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം ഭൂമിയിലും ആകാശത്തിലും പ്രകമ്പനം കൊണ്ടു. ദേവിയുടെ വാഹനമായ സിംഹവും ഉറക്കെ ഗർജിച്ചു. ആ ശബ്ദം പർവ്വതങ്ങളെ പോലും പിടിച്ച് കുലുക്കിക്കളഞ്ഞു. എല്ലാം കൂടി അതിഭയങ്കരമായ ആ ശബ്ദം കേട്ടിട്ടും ശുംഭൻ്റെ നേതൃത്വത്തിൽ വരുന്ന അസുര സൈന്യത്തിന് യാതൊരു ഭയവും ഉണ്ടായില്ല. മാത്രമല്ല, അവർ 4 ഭാഗത്തു നിന്നും ദേവിയെയും സിംഹത്തെയും അതുപോലെ കാളീദേവിയെയും വളയുകയും ചെയ്തു. ഇതിനിടയിൽ അസുരന്മാരുടെ നാശത്തിനും ഭഗവതിയുടെ സഹായത്തിനും വേണ്ടി ബ്രഹ്മാവ്, മഹേശ്വരൻ, കാർത്തികേയൻ, മഹാവിഷ്ണു, വരാഹം, നരസിംഹം, ഇന്ദ്രൻ എന്നിവരുടെ പരാക്രമശാലികളും വിദ്യാസമ്പന്നകളുമായ ശക്തികൾ, അതായത് ഇത്രയും പറഞ്ഞ 7 ദേവന്മാരുടെ പത്നിമാർ, അവരുടെ ദേഹങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന രൂപങ്ങൾ ആയുധങ്ങളോടുകൂടി ഭഗവതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ബ്രഹ്മാവ്, മഹേശ്വരൻ, കാർത്തികേയൻ, വിഷ്ണു, വരാഹം, നരസിംഹം, ഇന്ദ്രൻ എന്നീ ദേവന്മാരുടെ ഭാര്യമാർ, ആ ഭാര്യമാരുടെ ശരീരത്തിൽ നിന്നും ഓരോ ദേവീ രൂപങ്ങൾ അവതരിക്കുകയാണ്. ആ രൂപങ്ങൾ ആയുധങ്ങളുമായി അംബികയുടെ അടുത്തേക്ക് എത്തുന്നു. എന്തിനു വേണ്ടി? യുദ്ധത്തിന് സഹായം ചെയ്യുന്നതിന് വേണ്ടി. ആ ഭഗവതിമാർ എല്ലാവരും തന്നെ
ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് സന്നദ്ധരായി അണിനിരന്നു. ബ്രഹ്മാവിൻ്റെ ശക്തിയായ ബ്രഹ്മാണി അക്ഷസൂത്രവും കമണ്ഡലുവും ധരിച്ച് ഹംസയുക്തമായ വിമാനത്തിൽ എത്തിച്ചേർന്നു. അതുപോലെ ശിവശക്തിയായ മഹേശ്വരി കാളപ്പുറത്തു കയറി കയ്യിൽ ശ്രേഷ്ഠമായ തൃശൂലം ധരിച്ച് സർപ്പങ്ങളാകുന്ന ആഭരണങ്ങളുമണിഞ്ഞ് ശിരസിൽ ചന്ദ്രക്കലയോടുകൂടിയാണ് എത്തിച്ചേർന്നത്. കാർത്തികേയൻ്റെ ശക്തിയായ കൗമാരി മയൂരവാഹനത്തിലേറി വേലാകുന്ന ആയുധവും ധരിച്ചുകൊണ്ടാണ് അസുരന്മാരോട് യുദ്ധം ചെയ്യുവാൻ വന്നു ചേർന്നത്. മഹാവിഷ്ണുവിൻ്റെ ശക്തിയായ വൈഷ്ണവി ഗരുഡൻ്റെ പുറത്തിരുന്നു കൊണ്ട് ശംഖ്, ചക്രം, ഗദ, വാൾ തുടങ്ങിയ ആയുധങ്ങളോടുകൂടിയാണ് എത്തിച്ചേർന്നത്. യജ്ഞവരാഹമൂർത്തിയുടെ ശക്തിയായ വരാഹി വരാഹരൂപം ധരിച്ചുകൊണ്ടും നരസിംഹമൂർത്തിയുടെ ശക്തിയായ നാരസിംഹി സിംഹരൂപം ധരിച്ച് സടകുടഞ്ഞ് നക്ഷത്രങ്ങളെയെല്ലാം സ്വസ്ഥാനങ്ങളിൽ നിന്നും ചലിപ്പിച്ചുകൊണ്ടും അംബികയുടെ സമീപത്ത് എത്തിച്ചേർന്നു. ദേവേന്ദ്രൻ്റെ ശക്തിയായ ഐന്ദ്രി ഗജരാജൻ്റെ പുറത്തു കയറി വജ്രായുധവും കയ്യിലേന്തിക്കൊണ്ട് ഇന്ദ്രനെ പോലെ സഹസ്രനയനായിട്ടാണ് വന്നു ചേർന്നത്. അനന്തരം ഈ ശക്തികളാകുന്ന സപ്തമാതാക്കൾ ആ സപ്തമാതാക്കളാൽ പരിവൃതനായ മഹാദേവൻ ചണ്ഡികയോട് ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ ചണ്ഡികേ, എൻ്റെ പ്രീതിക്കു വേണ്ടി അസുരന്മാരെ എല്ലാവരെയും വേഗത്തിൽ തന്നെ നശിപ്പിക്കുക. മഹാദേവൻ്റെ ഇത്തരത്തിലുള്ള അരുളപ്പാട് കേട്ട ഉടൻ തന്നെ മഹാദേവിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന അതിഭയങ്കരമായ ചണ്ഡികാശക്തി അത്യുഗ്രമായ ശബ്ദത്തിൽ അട്ടഹസിച്ചു. പിന്നീട് മഹാദേവി ചെമ്പിച്ച ജടയോടുകൂടിയ മഹാദേവനോട് ഇങ്ങനെ അപേക്ഷിച്ചു: അങ്ങ് ദൂതനായിട്ട് ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോവുക. അവിടെ ചെന്ന് അഹങ്കാരികളായ അവരോടും മറ്റ് അസുരന്മാരോടും ഇങ്ങനെ പറയണം: ഇന്ദ്രന് എത്രയും പെട്ടെന്ന് 3 ലോകങ്ങളുടെയും ആധിപത്യം തിരിച്ചു കൊടുക്കുക. ദേവന്മാർക്ക് അവരുടെ ഹവിർഭാഗം ലഭിക്കണം. നിങ്ങൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ പാതാളത്തിലേക്ക് പൊയ്ക്കൊള്ളുക. അങ്ങനെയല്ലാതെ അഹങ്കാരം കൊണ്ട് യുദ്ധം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വരിക. എൻ്റെ കൂടെയുള്ള യോഗിനികൾ നിങ്ങളുടെ മാംസം കൊണ്ട് തൃപ്തിപ്പെടട്ടെ. ഇങ്ങനെ പറയാനായിട്ട് മഹാദേവനോട് ഭഗവതി അപേക്ഷിക്കുന്നു. ഭഗവതിയുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ദേവിയുടെ ദൂതനായി മഹേശ്വരൻ ശുംഭനെ കാണാനായി പോകുന്നു. ഇവിടെ പരമേശ്വരനെ ദേവി തന്നെ ദൂതനായി നിശ്ചയിച്ചതുകൊണ്ട് പിന്നീട് ശിവദൂതി എന്ന പേരിലും അംബിക പ്രസിദ്ധയായി തീർന്നു. ഹരേ കൃഷ്ണ. അതിനുശേഷം മഹാദേവൻ ഭഗവതിയുടെ ദേവിയായി ചെന്ന് അസുരന്മാരോട് ഭഗവതി പറഞ്ഞുവിട്ട കാര്യം അതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ അസുരന്മാർ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല. അവർ കോപത്തോടുകൂടി ഭഗവതിയോട് യുദ്ധം ചെയ്യുവാൻ അടുക്കുകയാണ് ഉണ്ടായത്.
അവർ ഭഗവതിയുടെ മേൽ അസ്ത്രങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. പക്ഷേ ഭഗവതി അവരയക്കുന്ന ആയുധങ്ങളെല്ലാം അനായാസേന ഛേദിച്ചു കളഞ്ഞു. കാളി മുമ്പിൽ വന്ന് തൻ്റെ ശൂലം കൊണ്ടും ഖഡ്വാംഗം കൊണ്ടും ശത്രുക്കളെ കൊന്നുവീഴ്ത്തി. ബ്രഹ്മാണി തൻ്റെ കമണ്ഡലുവിലുള്ള ജലം തളിച്ച് ശത്രുക്കൾ ഏതു ഭാഗത്തേക്ക് ഓടുമ്പോഴും അവരുടെ വീര്യപരാക്രമങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. മഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ചക്രം കൊണ്ടും കൗമാരി ശക്തി കൊണ്ടും അസുരന്മാരെ യുദ്ധത്തിൽ നശിപ്പിച്ചു. ഐന്ദ്രിയുടെ വജ്രാഘാതമേറ്റ് 100 കണക്കിന് അസുരന്മാർ ദേഹത്തിൽ നിന്നും രക്തം പ്രവഹിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. വരാഹിയും തൻ്റെ മുഖം കൊണ്ടും ദംഷ്ട്രകളെ കൊണ്ടും ചക്രം കൊണ്ടും അനേകം അസുരന്മാരെ കൊന്നുതള്ളി. നാരസിംഹിയാകട്ടെ ഉറക്കെ ഗർജിച്ചുകൊണ്ടും അസുരന്മാരെ കൊന്നു തിന്നുകൊണ്ടും സംതൃപ്തിയോടുകൂടി യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു. ഹരേ കൃഷ്ണ. ഇങ്ങനെ സപ്തമാതാക്കൾ ആ യുദ്ധഭൂമിയിൽ അനവധി ലീലകളാടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിവദൂതിയുടെ പ്രചണ്ഡമായ അട്ടഹാസം കൊണ്ട് ഭയപ്പെട്ടോടുന്ന അസുരന്മാർ യുദ്ധക്കളത്തിൽ വീഴുകയും മാതാക്കൾക്ക് ഭക്ഷണമാവുകയും ചെയ്തു. ഇങ്ങനെ സർവദാ അസുരന്മാരെ മർദ്ദിക്കുന്ന സപ്തമാതാക്കളെ കണ്ട് ഭീതിയോടുകൂടി അസുര സൈന്യങ്ങൾ 4 പാടും ഓടുവാൻ തുടങ്ങി. വീരന്മാരായ അസുരന്മാർ കൂട്ടം കൂടി ഓടുന്നത് കണ്ടപ്പോൾ രക്തബീജൻ എന്ന ഒരു ദുഷ്ടനായ അസുരൻ അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ഭഗവതിയോട് എതിരിടുവാനായി യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ. സപ്തമാതാക്കൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് സപ്തമാതാക്കളുടെ അവതാരം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സപ്തമാതാക്കൾ അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരുടെ പത്നിമാരാണ് സപ്തമാതാക്കൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് അവർ യുദ്ധക്കളത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം അംബികയെ സഹായിക്കാനായിട്ടാണ് അവരെത്തിച്ചേർന്നത്. അവർ അംബികയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഈ വരാഹി നവരാത്രി സമയത്ത് വരാഹി ദേവിയുടെ ഇത്തരത്തിലുള്ള യുദ്ധം അത് നിങ്ങൾ മനസ്സിൽ കാണണം. സപ്തമാതാക്കളുടെ യുദ്ധം മനസ്സിൽ കാണണം. മഹാദേവന്റെ ആജ്ഞപ്രകാരം അസുരന്മാരെ കൊന്നൊടുക്കുന്നതിനായി അംബിക നടത്തിയ യുദ്ധം നിങ്ങൾ മനസ്സിൽ കാണണം. ഭഗവതിയെ പ്രാർത്ഥിക്കണം. അമ്മേ നാരായണ എന്ന നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ലളിത സഹസ്രനാമം ജപിക്കുക. ഭഗവതിയെ പ്രാർത്ഥിക്കുക. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നാളെ നമുക്ക് രക്തബീജൻ്റെ വധം, ഇത് മനോഹരമായ ഒരു ഭാഗമാണ് ദേവീ മഹാത്മ്യത്തിലെ. കേട്ടുകൊണ്ടിരിക്കാൻ വളരെ രസമാണ്. മനസ്സിലിങ്ങനെ കാണണം. നല്ല രസമാണത്. ഭഗവതി എന്തൊക്കെ ലീലകളാണ് ആടിയത് എന്നുള്ള കാര്യം അത് നമുക്ക് അടുത്ത ദിവസം പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.